സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു ഇങ്ങനെയാണ്. ഇങ്ങനെ ആയപ്പോ ചില ചാവേറുകളാകുന്ന ചാരന്മാരെ രംഗത്തിറക്കാണ്. അക്കൂട്ടത്തിൽ ഇബ്നു ജോർജ് എന്ന് പറഞ്ഞൊരു ചങ്ങായുണ്ട്. ഓൻ ഏതാ സാധനം നീ നമ്മക്കറിയില്ല, മുസ്ലിം ആയിക്കണെന്നാ പറയണത്, നമ്മക്കറിയില്ല. മുസ്ലിം ആയാലും ഇല്ലെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇസ്ലാമിൽ ജനിച്ചു എന്നതുകൊണ്ട് പോരിച്ചുണ്ടാവില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നോനാചാരിച്ചിട്ടോ മുസാഫിന്റെ നടക്കണ്ടാവൂല. അത് രണ്ടും മാനദണ്ഡമല്ല. ഞാൻ ഇബ്നു ജോർജിനെ വിമർശിക്കുമ്പോൾ ചിലപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചില ആൾക്കാർ വന്നിട്ട് കണ്ടോ മതത്തിൽ വന്ന ഒരാളെ തോണ്ടണ് കാരണം കണ്ട് ആരും കരയണ്ട. ഇവിടെ ഇസ്ലാമിക ആശയങ്ങളെ മുറിവേൽപ്പിക്കാൻ ആര് വന്നാലും അവരെ കൃത്യമായി കൈകാര്യം ചെയ്യും. ഇവിടെ ഈ ഇബ്നു ജോർജ് എന്ന് പറയുന്ന ചെങ്ങായിയെ വാടകക്കെടുത്ത് മുജാഹിദ് മൗലവിമാര് മൈക്കയായി ഉപയോഗിക്കാൻ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? ഈ മൗലവിമാരെ ഈ ക്ലിപ്പൊക്കെ പാടിട്ടത് കണ്ടുകാണ്ട് ഇവൻ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രചരിപ്പിച്ച് വലിയ ഈമാൻ കൊണ്ട് ഇവൻ അങ്ങോട്ട് ഫോൺ വിളിച്ചുമ്പോഴത്തേനും കൊളത്തൂർ ഉസ്താദിന്റെ ഒളുമുറിയും വിചാരിച്ചിട്ട് ഇവർ റെക്കോർഡ് ചെയ്ത് കൊളത്തൂർ ഉസ്താദിന് ഫോൺ ചെയ്യാൻ. എന്നിട്ട് ആ ഫോൺ ചെയ്ത വിഷയം ഇവൻ വിശദീകരിക്കുന്നത് കേട്ടോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖാമുഖ വേദികളിൽ പ്രശസ്തനായ അലവി സഖാഫി ഉസ്താദിന് 2 ആഴ്ച മുന്നേ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അതെ, മുഖാമുഖ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കൊളത്തൂർ ഉസ്താദിനെ ഇപ്പൊ തൽക്കാലം വാട്സപ്പിലൊന്നും ബന്ധപ്പെടാൻ നിൽക്കണ്ട. ആഴ്ചയിൽ 7 ദിവസവും രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മുന്നിൽ ജനകീയ വിചാരണക്ക് മൈക്കിന്റെ മുമ്പിൽ ആ പണ്ഡിതൻ എഴുന്നേറ്റ് നിൽക്കലുണ്ടാവും. ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നോ, നേർക്ക് നേരെ വന്ന് ചോദിച്ചോ. അദ്ദേഹത്തിന് അതിൽ റെസ്പോൺസ് കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ഓൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തപ്പോ തിരിഞ്ഞു നോക്കിയില്ല. മൂപ്പർക്ക് വേറെന്തൊക്കെ പണിയുണ്ട് ചങ്ങായി. അനക്കല്ല പെജ്ജ് വലിയ ആനത്തലയെന്ന് തോന്നിയിട്ടുള്ളൂ, നാട്ടുകാർക്ക് ഇപ്പൊ തോന്നണ്ടേ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ സ്റ്റേജ് വേദികളിൽ മരിച്ച മഹാന്മാരോട് സഹായം തേടാം എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ പ്രഭാഷണം നടത്തുന്നത്, അതുപോലെ അതിലാണല്ലോ മമ്പറും തങ്ങളും മുനമ്പത്ത് ബീവിയും മൊയ്തീൻ ഷെയ്ഖും ഒക്കെ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം മുനമ്പത്ത് ബീവിയെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ മമ്പറും തങ്ങളെ അങ്ങനെ വിളിക്കുന്ന അല്ല എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഇത് പച്ച നോണയാണ്. മമ്പറം തങ്ങളെ വിളിക്കണില്ല എന്ന് കൊളത്തൂർ ഉസ്താദ് പറഞ്ഞിട്ടില്ല. മുനമ്പത്ത് ബീവിനെ വിളിക്കണില്ല എന്നും ആ ഫോണിൽ കൊളത്തൂർ ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കിങ്ങള്, നമ്മൾ സിയാറത്ത് ചെയ്യാത്ത മുനമ്പത്ത് ബീവിനെയും സിയാറത്ത് ചെയ്യണ മമ്പറം തങ്ങളെയും കൂട്ടിയിട്ട് അപ്പം ചോദിക്കണേ കുത്തിത്തിരിപ്പിന്റെ ഊക്ക് നോക്കിങ്ങളെ. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്താന്നല്ലേ ഇതിന്. ഒരാൾ വല്ല തിരക്കിലോ യാത്രയിലോ ആകുമ്പോ അല്ല മമ്പറത്തെ തങ്ങളെയും മുനമ്പത്ത് ബീവിനെയും വിളിച്ചാമോ സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ഈ ഹക്കും ബാത്തിലും കൂട്ടിച്ചേർത്ത് ഒരാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാ ഓൻ മനസ്സിലാക്കിയത്. ഇത് ഇപ്പം വിളിക്കണത് വേറെയാണെന്ന് ഓൻ മനസ്സിലാക്കണ്ടേ. അങ്ങനെ ഇനി ആ വിളിച്ച അങ്ങനെ മമ്പറത്തെ തങ്ങളെ വിളിക്കണില്ല എന്ന് കൊളത്തൂർ ഉസ്താദ് പറഞ്ഞിട്ടേ ഇല്ല. ശുദ്ധമായ കളവാണ്. മതത്തിൽ വന്നോനായാലും തിരക്കടില്ല, ജനിച്ചോനായാലും തിരക്കടില്ല. ആലിമീങ്ങൾ എങ്ങനെ കുതിര കയറി നുണ പറയാൻ നിന്നാലേ ഒരു മൗലവിന്റെ വിലക്കപ്പുറത്ത് ഈ ഉമ്മത്തിൽ ഓൻ ഒരു വിലയുണ്ടാവില്ല. മനസ്സിലാക്കിക്കോളി. ഞാൻ മതത്തിൽ വന്നതല്ലേ വിചാരിച്ച് സോഷ്യൽ മീഡിയയിൽ ആരും പോകാൻ നിൽക്കണ്ട. ഇനി ആ ഫോൺ ക്ലിപ്പ് ഒന്ന് കേട്ടോളി. ഉസ്താദിനെ വിളിച്ചിരുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. ഹലോ ഹലോ, അസ്സലാമലൈക്കും. എന്താ ഉസ്താദ് സോനന്നെ? എന്റെ പേര് സയ്യിദ് ഇബ്നു ജോർജ്. കേട്ടിട്ടുണ്ടോ? ഓ, കേട്ടിട്ടുണ്ടോ? ഇവൻ ആരാ? സയ്യിദ് ഇബ്നു ജോർജ് ആണ്. ഇവൻ ഇപ്പൊ ആരാ? ഇവൻ വല്ല ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയോ തോന്നിപ്പോ. എങ്ങനെയാ പോനെ കൊളത്തൂർ ഉസ്താദ് കേൾക്കണത്? അല്ല, ഈ കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കണീന്റെ മാനെന്താ? അളിയാക്ക വലിയ കളിക്കാരനാന്ന് അളിയാക്കാക്ക് തന്നെ തോന്നിയതല്ലേ? അപ്പൊ സഹോദരന്മാരെ, കേട്ടിട്ടുണ്ടോ? കൊളത്തൂർ ഉസ്താദ് ഏതാ ഇങ്ങനെ ഏതൊക്കെ ജോർജും ഇബിനു ജോർജും ഒക്കെ ഉണ്ടാവും. കൊളത്തൂർ ഉസ്താദ് ഞമ്മക്ക് അറിയില്ല എന്ന് പറഞ്ഞു. സയ്യിദ് ഇബ്നു ജോർജ് ജോർജോ? ഞമ്മക്ക് അങ്ങനെ ഒരാളറിയില്ല. കാരണം ഈ ഒൽക്കിയും പാന്ത് ഏച്ചൂട്ടിയേണ്ട ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ സഹോദരന്മാരെ, ഇനി മൂപ്പർ എന്ത് ചെയ്യാണ്? ആ ഫോൺ ക്ലിപ്പ് കേൾപ്പിക്കാണ്. ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പം വലിയ ആനത്തല വിചാരിച്ച ആലിമീങ്ങളെ കുതിര കയറാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ എവിടെയെങ്കിലും ഒന്ന് പറയേണ്ട വിചാരിച്ചിട്ട് പറയാൻ. ഇനി നോക്കിക്കോളി. ഉസ്താദിന്റെ കുറെ പ്രസംഗങ്ങൾ കണ്ടിരുന്നു. അത് വേറൊരു നോണയാ. ഇപ്പൊ ഉസ്താദിന്റെ ഏത് പ്രസംഗം മുഴുവൻ കേട്ടക്ക മുജാഹിദീങ്ങൾ ക്ലിപ്പിടണ അല്ലാതെ ഒരു 60% ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, 40% ഞാൻ അംഗീകരിക്കുന്നില്ല. ഏയ്, എന്താപ്പാ വർത്താനത്തിന്റെ കോലങ്ങൾക്ക് മനസ്സിലായോ? ഇവൻ കൊളത്തൂർ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഇൽമു പഠിക്കാൻ വിളിച്ചതാ.
നമ്മളൊരു ഡോക്ടറെ എടുത്തേ അസുഖമായിട്ട് ചെല്ലാണ്. ഡോക്ടർ ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പൊക്കെ ഒരു ബില്ല് എഴുതി തന്നു, ഒരു മരുന്ന് ചീട്ട് എഴുതി തന്നു. ഇവൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം പറയണ, ഓ ഇതിൽ നിങ്ങൾ എഴുതി തന്ന 4 ഗുളിക ഞാൻ അംഗീകരിക്കൂ, 2 ഞാൻ അംഗീകരിക്കൂല. ഉടനെ ഡോക്ടർ ചീട്ട് മാറ്റി ചെയ്തു, അന്ന ഇവിടെ അല്ല കുതിരോട്ടത്തേക്കാ വിടണ്ടേ, എനിക്ക് ഇവിടെ വരുന്നില്ല എന്ന് പറയില്ലേ. ഈ കൊളത്തുരുസ്താവിനോട് ഞാൻ നിങ്ങൾ പറയുന്ന 60% അംഗീകരിക്കും, 40 അംഗീകരിക്കൂല. അപ്പൊ ഇവൻ ആരാ? ഇവൻ രോഗിയല്ലേ? ഇവന് വിവരം കിട്ടാൻ വിളിച്ചതല്ലേ ആലിമിനെ? അപ്പോ ഇവന് ഇഷ്ടപ്പെട്ട ക്ലിപ്പേ, ഇവന് പരിക്കില്ലാത്ത ക്ലിപ്പേ ഇപ്പം പുറത്ത് കേൾപ്പിച്ചുള്ളൂ, പരിക്കുള്ളൊന്നും കേൾപ്പിച്ചൂല. കൊളത്തൂർ ഉസ്താദിനെ പിന്നെ അവൻ വിളിച്ചപ്പോ കൊളത്തൂർ ഉസ്താദ് ചോദിച്ചു, അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ 60 സ്വീകരിച്ച് 40 തള്ളിക്കണല്ലോ, ഇത് തള്ളി എന്ന് പറയാപ്പ എന്താ എന്റെ യോഗ്യത? ഞാൻ 10 കൊല്ലതൊക്കെ ഓതി പഠിച്ച് 10-25 കൊല്ലായി കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന സംഗതി, ഞാൻ എഴുതി തന്ന ചീട്ടിൽ 4 ഗുളിക അംഗീകരിച്ച് 2 തള്ളുമ്പോ കുറച്ചെങ്കിലും വലിയ പച്ചമരുന്നിന്റെ വിവരെങ്കിലും എനിക്ക് വേണ്ടേ? അങ്ങനെ വല്ല വിവരം എനിക്കുണ്ടോ എന്ന് കൊളത്തൂർ ഉസ്താദ് ചോദിക്കാണ്. അതും മോറലാണ്, അതും പുറത്ത് വിട്ടിട്ടില്ല. ആ ക്ലിപ്പ് ഒന്ന് കേട്ടോളി, കൊളത്തൂർ ഉസ്താദിന്റെ ക്ലിപ്പ്. നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് തീർക്കാണ്ട്. നിങ്ങൾ പറഞ്ഞു 60% ഞാൻ അംഗീകരിക്കും, 40% അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് എനിക്ക് അറിയേണ്ടതുണ്ട്. അത് ഞാൻ 40% അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കണത്, ഞാൻ 10 വർഷം കിതാബ് ഓതി പഠിച്ച ആളാണ്. എ മുതൽ Z വരെ കിതാബ് ഓതി പഠിച്ചു. 10-20-25 വർഷം ഞാൻ കുട്ടികൾക്ക് ഓതിയ ഖുർആനും സുന്നത്തും ക്ലാസ് എടുത്തു കൊടുത്ത ആളുമാണ്. നിങ്ങൾ എത്ര കാലം ഈ ദീനിൽ വന്നതിന് ശേഷം മതം ഇങ്ങനെ ഔദ്യോഗികമായിട്ട് വിവരമുള്ളവരിൽ നിന്ന് കിതാബുകൾ പഠിച്ച വല്ല പാരമ്പര്യമോ അല്ലെങ്കിൽ വല്ല ശൈലിയൊക്കെ ഉണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ്. നോക്കിക്കള്, മതത്തിൽ വന്ന ആളാന്ന് പറഞ്ഞപ്പോ എത്ര മര്യാദ. കൊളത്തൂർ ഉസ്താദിനെ നമുക്കറിയില്ലേ? ഈ മതത്തിൽ വന്ന ആളാന്ന് പറഞ്ഞതുകൊണ്ട് വളരെ മാന്യമായിട്ടാ ചോദിക്കണേ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിൽ തെറ്റും ശരിയും മാർക്കിടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവരം എന്റെങ്കിലും വേണ്ടേ? അങ്ങനെ വല്ലതും എന്റെയൊക്കെ ഉണ്ടോന്നാ ചോദിച്ചത്. അതിന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ 4 കൊല്ലം വല്ല എത്തിങ്ങാനിലും പഠിച്ചിട്ട് പറഞ്ഞാൽ തീർന്നു. അല്ലെങ്കിൽ ചുരുങ്ങിയത് ഞാൻ പൊന്നാനിൽ എങ്കിലും പോയിക്കണ്, മാർഗ കല്യാണം കഴിച്ചാനെങ്കിലും എന്ന് പറഞ്ഞാൽ മതി, എന്നാ തീർന്നു. അത് പറയാൻ എന്റെയൊക്കെ അല്ല. ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ഔദ്യോഗികമായിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാനദണ്ഡം പറയാമോ? മാനദണ്ഡമുണ്ട്. അത് ഏതൊരു വിവരങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം അവിടുന്ന് ഇവിടുന്ന് കിട്ടി പഠിക്കല്ല. പുസ്തകം ഇസ്ലാമിന്റെ പഠനം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുനാഥരിൽ നിന്ന് ഇരുന്ന് പഠിച്ച് ഖുർആനും സുന്നത്തോ എന്തൊക്കെയാലും ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ, മറ്റ് മതകീയ ഗ്രന്ഥങ്ങൾ, അതൊരു 1, 2, 10 ഗുരുനാഥന്മാരിൽ നിന്ന് അതിനൊരു സിലബസും അതിനൊരു തെർത്തീബും അതിനൊരു ഘടനയും സംവിധാനവും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഉണ്ട്. ആ സംവിധാനവും അനുസരിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേന്നാണ് ഞാൻ ചോദിച്ചത്, വേറൊന്നുമല്ല. അതെ, ഇസ്ലാമിൽ ഒരാൾ വന്നാൽ എന്താണ് ഇസ്ലാം എന്നത് മുസ്ലിമായി ജനിച്ച ഒരാൾ എത്ര കാലമാണ് പഠിച്ചുണ്ടാക്കണേ? അങ്ങനെ പഠിക്കാൻ ഇവൻ അവസരം കിട്ടിയില്ല എന്ന് ഉറപ്പാണ്. എന്നാ പിന്നെ ഇവൻ ഇസ്ലാമിൽ വന്നതിന്റെ ശേഷം അങ്ങനെ വല്ലതും പഠിച്ചുക്കണോ? ഇല്ല. ഇവങ്ങനെ മൗലൈമാര് പറയുന്ന തത്ത പറയും പോലെ പറഞ്ഞ ആലിമീങ്ങളെ കുതിരയൊക്കെ. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. അതിന് ഇവന്റെയൊക്കെ മറുപടി ഇല്ല. അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതൊന്നും ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടില്ല. ഇതൊക്കെ അംഗീകരിക്കലേ അല്ല, ഞാൻ അംഗീകരിക്കൽ ഏത് അംഗീകരിക്കാത്തത് ഏത് എന്നതൊന്നും വിഷയമല്ല. മറുപടി കാര്യം അറിയാൻ ചോദിച്ചോ, ഇങ്ങനെ മുറത്ത് കയറി കൊത്തണോ? കേട്ട് മനസ്സിലാക്കി കൂടെ? 40% ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ല, അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത്. ഞാൻ 10 കൊല്ലം കിതാബ് ഓതുകയും 25 വർഷം കുട്ടികൾക്ക് ഖുർആനും സുന്നത്തും തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും അനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു പണ്ഡിതനാണ് ഞാൻ. എന്റെ ഉസ്താദുമാരുടെ സമ്മതം കിട്ടി പ്രബോധന രംഗത്ത് നിൽക്കുന്നയാളാണ് ഞാൻ. ഖുർആനും സുന്നത്തും പഠിച്ചതുപോലെ ഞാൻ പറഞ്ഞത് കേൾക്കണം, നിങ്ങൾ ബഹളം വെക്കരുത്. ഞാൻ ഖുർആനും സുന്നത്തും പഠിച്ചതുപോലെ നിങ്ങൾ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം ഒരു മതകീയമായ ഗുരുനാഥരിൽ നിന്ന് ഇതുപോലെ ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിൽ മതം പഠിച്ചിട്ടുണ്ടോ ഇല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള വർത്തമാനമല്ല, വന്നതിന്റെ ശേഷമുള്ള വർത്തമാനാണ്. സ്വാഭാവികമായ ഒരു ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു. രോഗി ചീട്ടിങ്ങനെ നോക്കിയാണ്ട് പറഞ്ഞു, ഇതിൽ നിന്ന് 3 ഗുളിക ഞാൻ അംഗീകരിക്കൂ, 2 ഞാൻ അംഗീകരിക്കൂല. അപ്പൊ ഡോക്ടർ ചോദിക്കൂ, ഇജ് ഡോക്ടർ ആയിട്ടില്ലെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ എപ്പോഴേലും മരുന്ന് കൊടുത്തു കൊടുക്കാൻ നിന്നീനോ എന്ന് ചോദിക്കൂലേ? ആ ചോദ്യമേ കൊളത്തൂർ ഉസ്താദ് ചോദിച്ചിട്ടുള്ളൂ. ഈ ക്ലിപ്പും പുറത്തു വിട്ടിട്ടില്ല. ഇനി സഹോദരന്മാരെ,
എന്താണ് ആ ഫോൺ കോളിലുള്ളത് എന്ന് കേട്ടോളി. പേരോട് കൊളത്തൂർ ഉസ്താദിനോട് ഇപ്പം ചോദിക്കുകയാണ്, മമ്പർത്ത തങ്ങളി മുനമ്പത്ത് വിവിനെയും വിളിക്കാൻ പറ്റുമോ? ഹക്കും ബാത്തിലും കൂട്ടിച്ചേർത്ത് ഇപ്പം ക്ലിപ്പുണ്ടാക്കി കൊടുക്കുകയാണ് മുജാഹിദീങ്ങൾക്ക്. ഉസ്താദ് പറഞ്ഞത് ഔലിയാക്കള് ആയ മുനമ്പത്ത് ബീവി മമ്പറും തങ്ങള് അവരോടൊക്കെ സഹായം ചോദിക്കാന്നല്ലേ ഉസ്താദ് ഏതോ പ്രസംഗത്തിൽ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, എവിടെയും മുനമ്പത്ത് ബീവിയോട് ചോദിക്കാൻ ഞാൻ എവിടെയും പറഞ്ഞില്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കാതെ പറയാം, നിങ്ങൾ കളവാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലല്ല അല്ലല്ല കളവന്നെയല്ലത്. മുനമ്പത്ത് ബീവിയെ വിളിക്കാമെന്ന് കൊളത്തൂർ ഉസ്താദ് എവിടെയും പറഞ്ഞിട്ടില്ല. അത് കളവന്നെയല്ലേ? പിന്നെ അല്ലല്ല അറിയണത് വേറൊരു കളവല്ലേ? സ്വഭാവം കളവ് പറഞ്ഞവരോട് സംസാരിക്കാൻ എനിക്ക് തീരത്താൻ അല്ലല്ല ഒരൊറ്റ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ ഫോൺ ക്ലിപ്പിന്റെ ബാക്കിയില് വിശദീകരിച്ചു പറയാണ്, ആലിമീങ്ങള് മുഖാമുഖം നടത്തുന്ന ആൾക്കാർ ചോദിച്ചിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ബാക്കി ഡയലോഗാണ്. അപ്പൊ വിളിക്കാൻ പാടില്ല എന്നാണ് ഉസ്താദിന്റെ നിലപാട്? പിന്നെ പറയാം. ആ വിളിന്റെ നിലപാടൊക്കെ അറിയണമെങ്കിൽ ഉസ്താദ് മുഖാമുഖം നടത്തുമ്പോ അവിടെ വന്നജ് ഈ റെക്കോർഡ് ഉണ്ടാക്കി വഹാബിയൊക്കെ ക്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കണ പണി നിർത്തികളാ. പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്. ആളാണ് ഞാൻ, സോറി. അപ്പൊ നമുക്ക് കളവില്ലാതെ പറയുന്ന ആളുകളെ അത് ഉസ്താദിനെ ഞാൻ അദ്ദേഹത്തെ രണ്ടാമത് ഫോൺ വിളിച്ചു. ആദ്യത്തെ ഫോൺ അദ്ദേഹം കട്ട് ചെയ്തു. രണ്ടാമത് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ ഇതിന് എന്താണ് മറുപടി പറയാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, നിങ്ങൾ എന്ത് ബിരുദമാണുള്ളത്? സംശയം ചോദിച്ചതിന് എന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് കൊളത്തൂർ ഉസ്താദ് ചോദിച്ചിട്ടില്ല. ഞാൻ പറയണേൽ 2 മരുന്ന് എനിക്ക് പറ്റും, 3 ശരിയല്ല എന്ന് ഞാൻ എഴുതി തന്ന മരുന്നിനെ പറ്റി അഭിപ്രായം പറയുമ്പോൾ മെഡിക്കൽ ഷോപ്പിലെങ്കിലും മരുന്ന് എടുത്തു കൊടുക്കാൻ നിന്നീനോന്നേ ചോദിച്ചിട്ടുള്ളൂ. ബിരുദത്തിന് മാനദണ്ഡം എന്താണ്, നിങ്ങൾ പറയുന്ന ക്വാളിഫിക്കേഷൻ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് എന്തൊക്കെ പറഞ്ഞു പോവുകയും എന്നിട്ട് പിന്നീട് രണ്ടാമത് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. മതപുരോഹിതന്മാർ ആരാണ് ശരി? അവര് അതായത് ദീനിന്റെ മുഖാമുഖം നടത്തുന്നവരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാന്യമായിട്ട് മറുപടി പറയേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതെ, മുഖാമുഖം നടത്തുമ്പോ മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ട്. അതിന് മുഖാമുഖം നടത്തുമ്പോ മട്ടം പോലെ വന്ന് ചോദിച്ചോളണ്ടി. ഈ കാര്യം മനസ്സിലാക്കാനും പഠിക്കാനും ചോദിച്ചണോ ദത്തിനത് റെക്കോർഡ് ചെയ്യണേ. ആലോചിക്കി, കാര്യം മനസ്സിലാക്കാൻ ചോദിക്കുന്ന ആൾ ഇത് റെക്കോർഡ് ചെയ്യണ്ടല്ലോ. വഹാബികള് എല്ലാ ആശയപരമായ പ്രതിരോധവും നഷ്ടപ്പെട്ടപ്പോ ചാരന്മാരെ രംഗത്തിറക്കാൻ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തെ തകർക്കാൻ ക്രിസ്തീയ കുരിശുപടയാളികൾ ഇസ്ലാമിലേക്ക് കടത്തിവിട്ട ഹംഫറിന്റെയും ലോറൻസിന്റെയും ഒക്കെ ചരിത്രം അറിയുന്നവരാണ് ഞങ്ങൾ. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അവന് നന്നേ, വന്നവനെ ജനിച്ചവനെ പോലുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ അത്തരം ചാൻസ് ഉപയോഗിച്ച് ഇത്തരം വഹാബികൾ ഇത്തരം ആളുകളെ വാടകക്കെടുത്ത് അവസാനത്തെ തന്ത്രം മെനയുകയാണ്. ഇനി ഇവന്റെ ചില കാര്യങ്ങളുണ്ട്. ഇവൻ പറയാണ്, ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് വന്നതല്ലേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആഖിറ ലോകത്ത് വരുമ്പോ അല്ലാഹു തആല ചോദിക്കും. എന്ത്? നിങ്ങളോട് അല്ലാഹു തആല ചോദിക്കാണ്, യാ ഈസ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ. ഈസാ നബിയുടെ ജനത ഈസാ നബി അലൈഹിസ്സലാമിന്റെ അസാന്നിധ്യത്തിൽ ഈസാ നബിയെ ദൈവമാക്കി, ഇലാഹാക്കി എന്നത് ഖുർആൻ തന്നെ പറയല്ലേ. ഇലാഹാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണോ? അപ്പൊ അങ്ങനെ ചോദിക്കും. അങ്ങനെ ആക്കിയത് കൊണ്ടാണ് ഞാൻ ക്രിസ്തു മതത്തിന്ന് പോകുന്നത്. ഇപ്പതാ മൊയ്തീൻ ഷെയ്ഖിനെ ദൈവാക്കണെന്നാണ് അവന്റെ ബേജാറ്. മൗലൈമാരെ ഉസ്വാസാക്കിയതാണ്. ഈസാ നബിയുടെ വിശ്വാസം പറഞ്ഞു തരാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറ മാഇദ വേഴ്സ് 116 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖിയാമത്ത് നാൾ ഈസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിന്നെ നിന്റെ മാതാവിനെ 2 ഇലാഹുകളാക്കി ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈസാ നബി പറയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ എനിക്കങ്ങനെ പറയാൻ അവകാശമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബ് അറിയുമല്ലോ. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അവരെന്താ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. അവരിൽ നിന്ന് എന്നെ ഉയർത്തിയതിനു ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഈസാ നബി പറയുന്നതായിട്ട് കാണാം. അതെ, ആഖിറ ലോകത്ത് വരുമ്പോ ഈസാ നബിയോട് അല്ലാഹുവിന്റെ ചോദ്യം, വൈദ ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം, ഈസാ നബിയെ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. എന്നെയും എൻ്റെ ഉമ്മയെയും ഇലാഹാക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ? നിങ്ങൾ അവരോട് പറഞ്ഞിരുന്നോ എന്ന് അല്ലാഹ് ഈസാ നബിയോട് ചോദിക്കുകയാണ്.
എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണോ? ഈസാ നബിയെയും അതുപോലെ ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിയെയും തങ്ങളുടെ ജനത ഇലാഹാക്കി. ഇത് നിങ്ങൾ പറഞ്ഞിട്ടായിരുന്നോ എന്ന് അല്ലാഹു തആല ചോദിക്കാൻ. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലാഹുവേ, നിനക്ക് ആരാധിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ചോദ്യം ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കാൻ തന്നെ കാരണം എന്താ? ഈസാ നബിയെയും മാതാവിനെയും ജനത ദൈവാക്കിയിട്ടാണ്, ഇലാഹാക്കിയിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ അല്ലാഹു തആല ചോദിക്കുമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇലാഹാക്കുന്ന ഒരു സ്വഭാവം അവിടുത്തെ ഉമ്മത്തിൽ ഉണ്ടാകൂല എന്ന് മാത്രമല്ല, അത് വെച്ചിട്ടല്ലേ നമ്മൾ ഹബീബിന്റെ ചാരത്ത് മഹ്ശറയിൽ ചെല്ലുക. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മഹ്ശറയിൽ ചെല്ലുമ്പോൾ പറയും, ഞാൻ ചെറിയ പ്രയാസത്തിൽ ഞങ്ങൾ ഈസാ നബിന്റെ അടുത്ത് പോയിക്കോളി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താണ്? അവിടുന്ന് പറയും, ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ അല്ലാഹ്ക്ക് പകരമായി ആരാധിക്കപ്പെട്ടവനാണ് അനുയായികളിലൂടെ ഞാൻ. വലാകിൻ മുഹമ്മദാ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിക്കോ. മുഹമ്മദ് നബി അനുയായികളാൽ ആരാധിക്കപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് വഫാത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികൾ വിളിച്ചിട്ടുണ്ട്, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, അവിടുത്തെ മഖാമിൽ സിയാറത്തിന് പോയിട്ടുണ്ട്. പക്ഷേ വലാകിൻ മുഹമ്മദാ, ഈ സിയാറത്തോ വിളിയോ ഇസ്തിയാസയോ ഒന്നുമല്ല ഇബാദത്ത്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഅബൂദായിട്ടില്ല, ഞാൻ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ പല പ്രവാചകന്മാരുടെയും ഖബറിടങ്ങൾ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, എൻ്റെ റൗള നീ അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഖബറാക്കല്ല അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളന്റെ അടുത്ത് നമ്മൾ പോണുണ്ട്, വിളിക്കുന്നുണ്ട്, അവിടുന്ന് വിളിക്കുന്നുണ്ട്, ഇവിടുന്നും വിളിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അള്ളാന്റെ ഹബീബ് എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഖബറാക്കരുത് എന്ന് ആയിരുന്നിക്കണമെങ്കിൽ അള്ളാഹ് അത് സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് അത് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഇന്ന് വരെ ആ റൗള ആരാധിക്കപ്പെടുന്ന ഖബറാകിയിട്ടില്ല. മുജാഹിദീങ്ങൾ പ്രസംഗിക്കൽ എന്താണ്? ഹജ്ജിന് പോണ 25 ലക്ഷത്തിൽ 20 ലക്ഷം ആ റൗള പോയിട്ട് ഖബറിനെ ആരാധിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ ഹബീബ് ഇങ്ങനെ ഒരു ദുആ ദ്വാരന്നിട്ട് പടച്ചോ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൂല. മാത്രമല്ല, ഈസാ നബി അടക്കമുള്ള ജനതയിൽ സംഭവിച്ച ശിർക്ക് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ സംഭവിക്കൂല. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, വ ഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ, എന്റെ ശേഷങ്ങൾ മുശ്രിക്കായി പോണ ബേജാറ് എനിക്കില്ല. ഈസാ നബിന്റെ ജനതയിൽ അത് സംഭവിച്ചിട്ടുണ്ട്, പല പ്രവാചകന്മാരുടെ ജനതയിലും അത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു ദുരന്തം, വലാ അഖാഫു അൻ തുശ്രികൂ ബഅദീ, എന്റെ സമുദായത്തിൽ എന്റെ കാലശേഷം ശിർക്ക് വെക്കപ്പെടുന്നത് എനിക്ക് പേടിയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ഞങ്ങളും ഞങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ അങ്ങനത്തെ ഒരു ബേജാറേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹബീബിനും ഹബീബിന്റെ ഉമ്മത്തായ മുസ്ലിമീങ്ങൾക്കും ഇല്ലാത്ത ബേജാറ് ഖവാരിജികളായ വഹാബികൾ പ്രകടിപ്പിക്കേണ്ടതില്ല. സഹോദരന്മാരെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കണ ആ ചോദ്യം മുത്തുനബിയോട് അള്ളാഹ് ചോദിക്കണില്ല. എന്തുകൊണ്ട്? വലാകിൻ മുഹമ്മദ, ഹബീബായ തങ്ങൾ മഅബൂദായിട്ടില്ല, ആവുകയുമില്ല. ഹബീബിന്റെ ഖബറിങ്ങ പോണുണ്ട്, വിളിക്കുന്നുണ്ട്. മുജാഹിദിന്റെ ഭാഷയിൽ 20 ലക്ഷം പോയിട്ട് അവിടെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ ഹബീബ് ദ്വാരുന്നത് അങ്ങനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രാക്കരുത് എന്നാണ്. അതുകൊണ്ട് ഇന്ന് വരെ അതായിട്ടില്ല, ഇനി ആകൂല. അങ്ങനെ മഅബൂദുകളെ ആരാധിക്കുന്ന ശിർക്ക് ഈ സമുദായത്തിൽ വരൂല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആദർശപരമായി പ്രതിരോധിക്കാൻ കഴിയാത്തപ്പോ ഇങ്ങനത്തെ ചില മൈക്കുകളെ വാടക എടുത്തിട്ട് വഹാബികൾ പിത്തന ഉണ്ടാക്കാൻ. ഇനി നോക്കിങ്ങള്, ഇവൻ ഒറിജിനൽ ഒരു ചാരനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ ആലോചിക്കുക, എന്തിനാണ് ഒരു ആലിമിനെ ഫോൺ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണത്? വിവരം അന്വേഷിക്കാനാണെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കിയാൽ പോരെ. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോത്തിന് മുറത്ത് കയറി കൊത്തുനാന്താ കേട്ടിട്ട് ചോദിച്ചാൽ പോരെ. ഇനി ഈ ആലിമീങ്ങൾ വല്ല കറാമത്തിന്റെ വേലും പറഞ്ഞാൽ ഇവൻ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വഷളാക്കും.
എന്നാൽ ഇവൻ പറയുന്നുണ്ട് ഇവൻ ചെറുപ്പത്തിൽ കുറെ സ്വപ്നം കണ്ടിനിയല്ലോ. ഏത് ഇങ്ങനെ കാറ്റടിച്ചതും മരങ്ങൾ വീഴുന്നതും ഇങ്ങനെ കുറെ കുലുമാല് ചെറുപ്പം മുതലെയോ സ്വപ്നം കാണലുണ്ട്. 23-ാം വയസ്സിൽ ബാംഗ്ലൂർ വന്നപ്പോൾ വീണ്ടും സ്വപ്നം കണ്ടു. ഷിയാക്കളെ പോലുള്ള ആളുകളൊക്കെ ചില സാമുദായിക ശത്രുക്കൾ ഈ സമുദായത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചില ആശയങ്ങളും ആത്മീയ രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചില പദ്ധതി ഇവൻ ഉണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഓൻ പറയണ ചെറുപ്പത്തിൽ ഇവൻ കുറെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആ സ്വപ്നം പിന്നെ സൂറത്തിൽ വാക്കി അർത്ഥം വെച്ചപ്പോ അവിടെ ഉണ്ട്. ഇവൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നേ അതൊന്ന് കേട്ടോളി. ബൈബിളിലെ കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, ഒരു സം കൈൻഡ് ഓഫ് ഫിയർ. അപ്പൊ ഈ ഔട്ട് ഓഫ് ഫിയർ ഐ യൂസ് ടു സീ സം ഡ്രീം, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ ഈ സ്വപ്നം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ സ്വപ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതെ, അത് ചെറുപ്പത്തിൽ കണ്ടതാണ്. പിന്നെ അത് തന്നെ 23-ാം വയസ്സിൽ ബാംഗ്ലൂർ എത്തിയപ്പോ ആ ബേസൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റ് ആട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബേസൊക്കെ ഇങ്ങനെ ഒപ്പിച്ച ബേസാ. ഈ സ്വപ്നം ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു 23 വയസ്സിലാണ് പിന്നെ ഞാൻ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത്. ആ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൂമി നശിക്കുന്നുവെന്നും മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു, പശുക്കളൊക്കെ പറന്നു പോകുന്നു, ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊടിപൊടിയാവുന്നു, എല്ലാം നശിക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ എന്തൊക്കെ സ്വപ്നം നമ്മൾ കാണലുണ്ട്. നമ്മളെ തല ഇങ്ങനെ ഉരുണ്ട് കിണറ്റിക്ക് പോവുകയാണ്, നമ്മൾ തല പിടിച്ചാൽ ബേക്കിൽ ഇങ്ങനെ ഓടിച്ചെല്ലാണ്. ഇങ്ങനെ കുറെ വള്ളം കയറുന്നതും മരം വീക്കണമൊക്കെ കാണലില്ലേ. ഇതുപോലെ ഒരു പോയത്ത് ഓനും കണ്ട് അത്രയേ ഉള്ളൂ. പക്ഷെ ഓൻ പറയാണ് പിന്നെ ഞാൻ സൂറത്തുൽ വാക്കിയ പഠിച്ചപ്പോ ഞാൻ അന്ന് കണ്ട സ്വപ്നം അങ്ങനെ തന്നെ ഉണ്ട്. സൂറത്തുൽ വാക്കിയയില് ഇപ്പം ഭയങ്കര കളിക്കാരനാ, മോശക്കാരനല്ല. നിങ്ങൾ ഈ മതത്തിൽ ജനിച്ചോലൊന്നും ഒന്നിനും കൊള്ളൂല. ഇന്നലെ വന്ന ഞാൻ തന്നെയാണ് ഇതിന്റെ പരമാധികാരി എന്നുള്ളടത്താ മൂപ്പര്. പിന്നീട് പരിശുദ്ധ ഖുർആൻ മുഴുവനാഴ്ച വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സൂറത്തുൽ വാക്കിയ അതിൽ എന്റെ ആദ്യത്തെ ഫ്യൂ വേഴ്സസിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കണ്ട സ്വപ്നം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇവൻ കണ്ടത് എന്തോ കൊങ്ങം വെള്ളം കയറുന്നതാണ്. സൂറത്തുൽ വാക്കിയിൽ പറഞ്ഞ വിഷയം വേറെയാണ്. ഇവൻ കണ്ട ജാതി സ്വപ്നം നാട്ടിൽ ആരൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ സൂറത്തുൽ വാക്കിയിൽ പറഞ്ഞതാ. ഇവങ്ങട്ട് എന്ത് ചെയ്യാണ്, ഒരു മതം പടച്ച് ഈ ഉമ്മത്തിനെ വികൃതമാക്കാനുള്ള ചാരനാണെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇജ്ജ് മുസ്ലിമായി വന്ന ആളാണെങ്കിൽ മുസ്ലിമായി നിൽക്കുക, വിവരക്കേട് വല്ലതും ഉണ്ടെങ്കിൽ വിവരമുള്ള ഒന്ന് പഠിച്ച, ആരും പുറം കയറാൻ നിൽക്കണ്ട. ഞാൻ അതിശയപ്പെട്ടു, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിശയപ്പെടണ്ട, പോയത്തപ്പെട്ട് എന്ന് പറഞ്ഞാൽ മതി. സഹോദരന്മാരെ, ഇവൻ പറയുന്ന ഒരു സത്യം ഉണ്ട് കേട്ടോ. അതെന്താണ്, ഒരാളോട് നമുക്ക് വിരോധമില്ലെങ്കിൽ, ഞാനിപ്പോ ഇവന്റെ ക്ലിപ്പ് ഇട്ടത് എന്തുകൊണ്ടോ ചോദിച്ചാൽ ഇവൻ വലിയ ആനത്തലയായിട്ടല്ല, ഇവനൊരു മുജാഹിദ് മൗലവിന്റെ വില ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇബ്നു ജോർജിനോട് പറയാൻ ഒരു ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലിറങ്ങി, എന്നിട്ട് മുജാഹിദ് മൗലവിമാര് വരുന്ന മാതിരി അങ്ങാടിയിൽ വന്ന് മൈക്കന്റെ മുമ്പിൽ നിന്ന് ആണായി നിന്നുകൊണ്ട് എന്റെ വിവരക്കേട് മുഴുവൻ വിളമ്പ്. അപ്പോഴല്ലേ ഞമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസം കിട്ടുക. ഈ പെണ്ണുങ്ങളെ മാതിരി ഈ സോഷ്യൽ മീഡിയന്റെ ഉള്ളിലിരുന്നിട്ട് ഈ തോന്നിയാസം കളിക്ക് നിൽക്കരുത്. ഇവൻ പറയുന്ന ഒരു സത്യമുണ്ട്. അതെന്താണ്, ഞമ്മക്ക് ആരോടും വിരോധമില്ലാതെ സത്യം കണ്ടെത്തണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊന്ന് കേട്ടോളൂ. എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാരും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് ഈ എന്തെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ എന്നും സത്യം കാണും. അതെ, സത്യം കാണാൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം കാണാൻ എനിക്ക് ആരുമായും ബന്ധപ്പെടാം. കൊളത്തൂർ ഉസ്താദ് ആ ക്ലിപ്പ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒഴിവുണ്ടാവുമ്പോൾ ചേർത്തേക്ക് നേരെ വന്നോ, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. എന്നോട് ഈ ഫോണിൽ കൂടെ വർത്തമാനം പറയാൻ എനിക്ക് ഒഴിവില്ല. ഞാൻ പറയണേൽ 60 ശരിയും 40 തെറ്റും ഇങ്ങനെ ആൻസർ പേപ്പറിൽ മാർക്ക് ഇടാൻ വേണ്ടിയാണ്ട് ഒരു ഫോൺ കോളിന് ആയുസ് ചെലവാക്കാൻ മൂപ്പരൊക്കെ സമയമല്ല. അതുകൊണ്ട് എനിക്ക് വല്ലതും പഠിക്കണമെങ്കിൽ നേരിൽ വന്നോ. ഇതല്ലേ ഇപ്പൊ ഇസ്ലാമിൽ വന്ന ഒരാളോട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത് ചതിയൻ ചന്തുവിന്റെ പരിപാടി എടുക്കുക. ആലിമീങ്ങളെ ഫോൺ ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് മൗലവിമാർക്ക് ചാരപ്പണി എടുക്കുക. ഇതാണ് പണ്ട് ലോറൻസ് ചെയ്തത്, ഇതാണ് ഹംഫർ ചെയ്തത്. അവരിലൂടെയാണ് വഹാബിസം സമുദായത്തിൽ വളർന്നത്. ആ വൃത്തികെട്ട കുതന്ത്രത്തിന് അച്ചാരം വാങ്ങി ഈ ഉമ്മത്തിൽ കടന്ന് കളിക്കാമെന്ന് കരുതുന്നുവെങ്കിൽ നീ വിഡ്ഢിയുടെ സ്വർഗത്തിലാണെന്നേ പറയാനുള്ളൂ. സഹോദരന്മാരെ, ഞാൻ ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ ആലിമീങ്ങളെ കുതിരയാക്കുക.